മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല. നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ. സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ്, മഞ്ചേരി. മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് ദിവസങ്ങളായി തൊഴിലെടുക്കാനാവാതെ സന്നദ്ധ സേവനങ്ങളിൽ ഏർപ്പെട്ടവരുടെയും തോട്ടം തൊഴിലാളികളുടെയും വീടുകളിലേക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ച് മാതൃകയാവുകയാണ് മഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കണ്ണട ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന കൂട്ടായ്മ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, മഹാമാരി കാലത്ത് ജനങ്ങളെ സഹായിക്കൽ തുടങ്ങിയ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് മഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കണ്ണട ചാരിറ്റബിൾ ട്രസ്റ്റ്. തമിഴ്നാട്, കർണാടക, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നായി നിരവധി ആളുകൾ കണ്ണടയിലെ അംഗങ്ങളാണ്. വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ നിരവധി ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ക്യാമ്പുകളിൽ ആവശ്യത്തിന് ഭക്ഷ്യസാധനങ്ങളും മറ്റും വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയിട്ടുണ്ട്. എന്നാൽ ക്യാമ്പുകളിലേക്ക് ഭക്ഷ്യസാധനങ്ങളും മറ്റും സന്നദ്ധ സംഘടനകൾ എത്തിക്കുമ്പോൾ അവിടെയുള്ള തോട്ടം തൊഴിലാളികൾ, രക്ഷാപ്രവർത്തകർ, സന്നദ്ധ സേവനത്തിനിറങ്ങിയ ആളുകൾ, മറ്റുള്ള കുടുംബങ്ങൾ എന്നിവർ ഏറെ പ്രയാസപ്പെട്ടാണ് കഴിയുന്നത്. ഇവർക്കുള്ള സഹായങ്ങൾ എത്തിച്ചു നൽകുകയാണ് കൂട്ടായ്മ ചെയ്യുന്നത്. അരി, പലചരക്ക് സാധനങ്ങൾ എന്നിവയടങ്ങിയ 100ഓളം ഭക്ഷ്യക്കിറ്റുകളാണ് വിവിധ ഭാഗങ്ങളിലായി എത്തിച്ചത്. 5-8 ദിവസമായിട്ട് ഞങ്ങൾ കൂടെ റെസ്ക്യൂ ചെയ്യുന്നവർക്ക് അവരെ വീട്ടിലെ അവസ്ഥകൾ വിളിച്ച് ഞാൻ അതിനാൽ എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചപ്പോൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പലചരക്ക് സാധനങ്ങൾ ഞാൻ അവരോട് ആവശ്യപ്പെട്ടത് ഭക്ഷണ സാധനങ്ങൾ മാത്രമാണ്. അത് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഞങ്ങൾ എത്തിച്ചു തരാം എന്ന് പറയുകയും അതേസമയം എത്രയും പെട്ടെന്ന് സാധനങ്ങൾ കളക്ട് ചെയ്ത് എനിക്കിവിടെ എത്തിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ഇത് അർഹതപ്പെട്ട കൈകൾ ഞാൻ എത്തിക്കുന്നതായിരിക്കും. മഞ്ചേരിയിലുള്ള കന്നഡ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള നമ്മൾ കോൺടാക്ട് ചെയ്ത് അവിടുത്തെ നമ്മൾ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ നമ്മൾ ഇവിടുത്തെ ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണ സാധനങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ അവരോട് ഒരുപാട് നന്ദിയും കടപ്പാടും ഉണ്ട്. മഞ്ചേരി സിറ്റി പോയിന്റിൽ കണ്ണട ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കളക്ഷൻ പോയിന്റ് പ്രവർത്തിക്കുന്നുണ്ട്. വയനാട്ടിൽ ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ അടിയന്തരമായി 20ഓളം ബോഡി ഫ്രീസറുകൾ മൈസൂരിൽ നിന്നെത്തിച്ച് സംഘടന കളക്ടറേറ്റിലേക്ക് നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.